തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിച്ച കേസിൽ ബാബ രാംദേവിന് സമൻസ് അയച്ച് ഹരിദ്വാർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജൂൺ 7-ന് അദ്ദേഹത്തോട് ഹാജരാകാൻ പറഞ്ഞിരിക്കുകയാണ്. രാംദേവിന് പുറമെ മാനേജിംഗ് ഡയറക്ടർ ആചാര്യ ബാലകൃഷ്ണൻ ഉൾപ്പെടെ പതഞ്ജലിയുടെ മറ്റ് ചുമതലക്കാർക്കും സമൻസ് അയച്ചു കോടതി. രാധാകൃഷ്ണൻ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചെയ്യുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണൻ, യഥാർത്ഥത്തിൽ ഈ പതഞ്ജലിക്കാരൻ വിട്ടുപോയോ? ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ട് അതുവഴി ലാഭമുണ്ടാക്കുക, അതിനെതിരെ പരാതി വരുന്ന ഘട്ടത്തിൽ നടപടികൾ സ്വീകരിക്കാതിരിക്കുക, രണ്ട് വിധത്തിലായിരുന്നു സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പരിഗണിച്ചത്. ജസ്റ്റിസ് ഹിമ കോഹ്ലി അധ്യക്ഷയായിട്ടുള്ള ബെഞ്ച് ഈ നടന്ന നടപടി പരാതി പരിഗണിക്കാതെ പോലും മാറ്റിവെച്ച് ഉദ്യോഗസ്ഥർ നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തികൾ അത് വലിയ രീതിയിൽ വ്യാഖ്യാനിച്ചു. ഒപ്പം തന്നെ ഇതിൻ്റെ ഉടമകളായിട്ടുള്ള, ഇതിൻ്റെ ഉൽപ്പാദകരായിട്ടുള്ള ആചാര്യ രാംദേവ് അടക്കം ആചാര്യ ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ കോടതി നടപടികളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വ്യാജരേഖകൾ ഇതടക്കം കോടതി വിലയിരുത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ അനങ്ങാപ്പാറയായിരിക്കുന്നത്, ഇങ്ങനെയുള്ളവർക്ക് മുന്നിൽ എന്ത് സാഹചര്യത്തിലാണ് എന്ന് കോടതി ചോദിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ തുടരുകയും ഇവർ സുപ്രീം കോടതിയിൽ ഹാജരായി വരികയും ചെയ്യുകയാണ്. അതിന് സമാനമായിട്ടാണ് ഈ ഹരിദ്വാറിലെ ആയുർവേദ ജില്ലാ ഓഫീസർ ഇപ്പോൾ ഒരു പരാതി ഈ വിഷയത്തിൽ നൽകിയിരിക്കുന്നത്. തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പരസ്യങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്ന ചാർജാണ് രാംദേവിനെതിരെ. അത് വർഷങ്ങൾക്ക് മുമ്പ് കൊടുക്കേണ്ട പരാതിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്, സുപ്രീം കോടതി ഇടപെടലിന് ശേഷമായിട്ട്. അങ്ങനെയുള്ള പരാതിയിലാണ് ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തോട് ജൂൺ 7-ന് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആചാര്യ ബാലകൃഷ്ണനെ അടക്കമുള്ളവരും ഹാജരാകണം. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ജില്ലാ ഓഫീസർ പറയുന്നത് ഏതാണ്ട് 12ഓളം മരുന്നുകൾ സംബന്ധിച്ച് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പരസ്യങ്ങൾ നൽകി. ഇപ്പോൾ നിങ്ങളുടെ ഷുഗർ മാറും, പ്രഷർ മാറും എന്നൊക്കെ പറഞ്ഞായിരുന്നു പരസ്യം നൽകിയത്. പക്ഷേ ഒരു ഫലവും ഉണ്ടായിട്ടില്ല എന്ന പരാതി വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ പരാതി നൽകുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പോൾ ഇവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, നേരിൽ ഹാജരാകാൻ സമൻസ് അയച്ചിരിക്കുന്നത്. ജൂൺ 7-ന് ഈ രാംദേവും ഒപ്പം ആചാര്യ ബാലകൃഷ്ണയും അടക്കമുള്ളവർ ഹാജരാകണം. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ. യഥാർത്ഥത്തിൽ പരസ്യമൊക്കെ നൽകുന്ന ആൾക്കാരെ വളരെ ശ്രദ്ധിച്ച് നൽകണം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് കോടതി.